ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരാന്നിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഒരിക്കൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 1.5 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ പലഹാരത്തിന് വേണ്ടി കിഴങ്ങ് വേവിക്കുമ്പോൾ എത്രത്തോളം വെന്ത് കിട്ടുമോ അത്രയും നന്നായിട്ടിരിക്കും. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. കടലമാവ് ഇട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ടത് സബോള കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും 2 ഉണക്കമുളകും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് കുഴച്ചിട്ടെടുക്കാം. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പച്ചമുളകും അതുപോലെ ഉണക്കമുളകും കുരുമുളകും ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ മുളക് പൊടി 1/2 സ്പൂണിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇപ്പോൾ കുഴച്ചെടുത്തപ്പോൾ കറക്റ്റ് പരുവായിട്ടില്ല, കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ നേർപകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നോക്കാം. പോരാന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പരുവം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ മാവിൻ്റെ പരുവം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒതുക്കിയെടുക്കാം. ഇനി ഈ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ 3 പീസാക്കിയിട്ട് മാറ്റുന്നുണ്ട്. കുറച്ച് വലിപ്പത്തിലാണ് ഇതേപോലെ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമുക്കൊരു ബോർഡിലേക്ക് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിലേക്ക് വെച്ച് കൈ വെച്ചിട്ടൊന്ന് പരത്താനുള്ളതാണ്. അപ്പോൾ ഒരുപാട് കട്ടിയും ആവരുത്, ഒരുപാട് നൈസായിട്ടും പോവരുത്. ഒരു ഇടത്തരം പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ ഈ ഒരു പരുവത്തിലാണ് ഇത് റെഡിയാക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലും ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് കൈ വെച്ചിട്ട് എടുക്കാൻ വേണ്ടി നോക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് വിട്ടു പോവും. ഇതുപോലെ ചട്ടകം വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ച് വെച്ചിട്ടോ എടുക്കാവുന്നതാണ്. അതിൽ ഓയിലൊന്ന് സ്പ്രെഡ് ആക്കണം. എന്നതിന് ശേഷം മാത്രമേ ഇങ്ങനെ എടുക്കാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിൽ വേണ്ട. ഇതുപോലെ പകുതി ഭാഗം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഷേപ്പൊക്കെ വിട്ടു പോവും. അതുപോലെ തന്നെ ഇത് ഒരുപാട് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. നല്ല പൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഇതിൻ്റെ താഴത്തെ ഭാഗം കൂടെ വെന്ത് കിട്ടാനായിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വെന്ത് വരുന്നതിനനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ മാവും പരത്തി കട്ട് ചെയ്തെടുത്തതിന് ശേഷം എണ്ണയിൽ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.